കഴിഞ്ഞ ദിവസം നമ്മുടെ മോദിജി ചില പ്രസ്താവനകൾ പറഞ്ഞിരുന്നു. അതൊന്നും ഒരിക്കലും നിർബന്ധമായും പാലിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല. പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ അത് കുറച്ച് ട്രോളുകളായിട്ടും അദ്ദേഹം തെറ്റായ തീരുമാനങ്ങളാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ ഒന്ന് പരക്കാൻ തുടങ്ങി. ട്രോളുകളിൽ മറ്റും പറഞ്ഞേക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്: ഇത് കോവിഡ് പോലൊരു കാലഘട്ടമാണ്. സ്വർണം വാങ്ങുന്നത് നിർത്തു, ഡീസലിന്റെയും പെട്രോളിന്റെയും ഉപയോഗം കുറയ്ക്കും, വർക്ക് ഫ്രം ഹോം ഉടൻ നിർബന്ധമാക്കും എന്നൊക്കെയാണ് ട്രോളുകളിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ കൂലിപ്പണിക്കാരൊക്കെ ജോലി ചെയ്യും എന്ന രീതിയിലൊക്കെയാണ് ആൾക്കാരൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഒരു പാർട്ടിയുടെ ഒരാളും അല്ല, ഒരു LDF ഒരു UDF ഒരു BJP അങ്ങനെ ഒരു പാർട്ടിയുടെ ആളല്ല. ഓരോ പാർട്ടിയും നമ്മുടെ നാടിന് വേണ്ടി എന്തു ചെയ്യുന്നു എന്നാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ കണ്ടൊരു ഒരു പ്രസ്താവനയാണ് ഞാനിപ്പോൾ വായിച്ചത്. പക്ഷേ മോദിജി ഇതിനെക്കുറിച്ച് എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തരവും സാമ്പത്തികമായ ആശയങ്ങൾ ശക്തമാക്കുക എന്ന ഒരു കാഴ്ചപ്പാടിലൂടെ അദ്ദേഹം പറഞ്ഞതാണ് ഈ വാക്യങ്ങളൊക്കെ. പെട്രോളും ഡീസലൊക്കെ കുറച്ച് ഉപയോഗിക്കാം. നമ്മുടെ ഇന്ത്യക്ക് പെട്രോളും ഡീസലൊക്കെ നമ്മൾ പുറത്തുനിന്നാണ്, വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പെട്രോളും ഡീസലൊക്കെ നമ്മൾ കുറച്ച് ഉപയോഗിക്കാൻ നേരത്ത് നമുക്ക് അത്രയും എക്സ്ചേഞ്ച് സേവ് ചെയ്യാൻ പറ്റും. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരും ഒരു വർഷത്തേക്ക് ഒന്ന് മാനേജ് ചെയ്യാനാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം എല്ലാവരും കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യാത്രാ ചെലവ് കുറയും, പിന്നെ ഇന്ധന ചെലവ് കുറയും, അതുപോലെ തന്നെ നമ്മുടെ ട്രാഫിക്കും മലിനീകരണങ്ങൾ അങ്ങനെ ഇതെല്ലാം കുറയും. അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മുടെ ഇന്ത്യക്ക് ഒരു സാമ്പത്തികമായിട്ടൊരു നേട്ടം ഉണ്ടാകും. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ കൂലിപ്പണിക്കാർ എന്ത് ചെയ്യും, അങ്ങനെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്യും എന്നല്ല ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയണത് എല്ലാം കുറയ്ക്കാനാണ് പറയണത്, അല്ലാതെ നിർത്തലാക്കാനോ ഇതൊക്കെ പാലിക്കണം എന്നല്ല അദ്ദേഹം ഒരിക്കലും പറയുന്നത്. അതുപോലെ തന്നെ വിദേശ യാത്രകൾ കുറയ്ക്കുക. നമ്മുടെ ഇന്ത്യക്കാർക്ക് നമ്മൾ ടൂറിസത്തിനോട് വളരെയധികം പ്രിയമാണ്. എല്ലാവരും തന്നെ ഒരു ട്രിപ്പിന് വേണ്ടിയൊക്കെ എല്ലാവരും നന്നായിട്ട് പൈസ ചെലവാക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ കുറയ്ക്കുക. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളിലൊക്കെ പോയി കാണാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ നമ്മുടെ മണി നമ്മുടെ അകത്ത് തന്നെ നിന്ന് എല്ലായിടത്തേക്കും കറങ്ങി കളിക്കും. അതായത് ചുറ്റിക്കറങ്ങും നമ്മുടെ മണി, പുറത്തേക്കൊന്നും പോകത്തില്ല. അപ്പോൾ വിദേശ രാജ്യങ്ങളിലെ ട്രിപ്പ് കുറയ്ക്കാൻ നേരത്ത് നമ്മുടെ രാജ്യത്തിന്റെ മണി നമ്മളെ തന്നെ ഒതുങ്ങി നിൽക്കും. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുക. നമ്മുടെ രാജ്യത്ത് സ്വർണം വാങ്ങുന്നതിനായിട്ട് വിദേശ രാജ്യങ്ങളെ നമ്മൾ സമീപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ഡോളറുകൾ നമ്മൾ അങ്ങോട്ടേക്ക് കൈമാറേണ്ടി വരുന്നു. ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതിനാൽ അല്പം സ്വർണം വാങ്ങിക്കുന്നത് ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. അതായത് അനാവശ്യമായിട്ട് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുക എന്നാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളാണെങ്കിൽ തന്നെ, നമ്മുടെ കേരളത്തിലാണെങ്കിൽ തന്നെ ഒരു കല്യാണത്തിന് എത്രയോ പവൻ സ്വർണ്ണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെ? കല്യാണത്തിന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന അത്രയും സ്വർണത്തിനൊക്കെ ആവശ്യമുണ്ട്. സത്യം പറഞ്ഞാൽ സ്വർണം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു സേവിങ്സ് തന്നെയാണ്. അപ്പോൾ ഈ സേവിങ്സിന് വേണ്ടി നമ്മൾ ജനങ്ങൾ എന്താ ചെയ്യുന്നത്, അതിനുവേണ്ടി ഒരുപാട് പണം അങ്ങ് ചെലവഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാമ്പത്തികപരമായിട്ട് നമുക്കത് കുറച്ച് നമ്മുടെ രാജ്യത്തിനുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത് അദ്ദേഹം കുറയ്ക്കാനാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിലെ മാർക്കറ്റിംഗ് ഉയരും. അതായത് സാധാരണക്കാർക്ക് കുറച്ചും കൂടി ശമ്പളവും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും, അവരുടെ തൊഴിലവസരങ്ങൾ മെച്ചപ്പെടും, അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രത കൈവരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോദിജി ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനെ പലരും, അതായത് നമുക്ക് കുറച്ച് പീസുകളൊക്കെ ആയിട്ടല്ല കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ പീസുകളൊക്കെ ആയിട്ടല്ല കിട്ടുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ഇതൊക്കെ ട്രോളായിട്ട് മാറാനും അദ്ദേഹത്തിനെ വിമർശിക്കാനുള്ള കാര്യങ്ങളായിട്ട് മാറാനൊക്കെ രൂപീകരിക്കപ്പെടുന്നു. നമ്മളെപ്പോഴും നല്ലതിനെ നമ്മൾ നല്ലതെന്ന് പറയണം. നല്ലതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതല്ലേ, നമ്മുടെ രാജ്യത്തിന് നല്ലതല്ലേ? അപ്പൊ അതൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ കൂലിപ്പണിക്കാരെയും ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, സാധാരണക്കാരായ തൊഴിലാളികൾ എന്ത് ചെയ്യും എന്നതിനെ അവരെ ഒഴിവാക്കണം എന്ന രീതിയിലൊന്നും അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല.